Good morning. Today we can discuss listing of securities. Listing of securities എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് മീൻസ് ദി എൻറോൾമെൻറ്റ് ഓഫ് എ നെയിം ഓഫ് കമ്പനി ഇൻ എൻ ഒഫീഷ്യൽ ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇൻക്ലൂഷൻ ഓഫ് ഷെയർസ് ഇൻ ദി ഒഫീഷ്യൽ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ പേർപ്പസ് ഓഫ് ട്രേഡിംഗ്. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അതിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ദീസ് സെക്യൂരിറ്റീസ് ആർ ഓൺലി അലൗഡ് ടു ബി ട്രേഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് അൺലിസ്റ്റഡ് കമ്പനീസ് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ദേ ആർ നോട്ട് ട്രേഡഡ് ഇൻ ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ allowed to be trade in stock exchange. മനസ്സിലായോ? അപ്പം ആരുടെ കേസിലാണ് ഈ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത് നിർബന്ധമാക്കിയതെന്ന് വെച്ചാൽ ദ കമ്പനി മേക്കിംഗ് പബ്ലിക് ഇഷ്യൂ മസ്റ്റ് അപ്ലൈ ടു വൺ ഓർ മോർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഫോർ ലിസ്റ്റിംഗ് ഓഫ് ദ ഷെയർസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ലിസ്റ്റിംഗ് കമ്പൽസറി ആയിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? ലിസ്റ്റിംഗ് ഇസ് കമ്പൽസറി ഫോർ പബ്ലിക് ഇഷ്യൂസ് മെയ്ഡ് ത്രൂ പ്രോസ്പെക്ടസ്. അപ്പോൾ ദ ഷെയർസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ് ഫോർ ട്രേഡിംഗ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ലിസ്റ്റിംഗ് ഫീസ് ആൻഡ് ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കണ്ടീഷൻസ് ലേ ഡൗൺ ഫോർ ലിസ്റ്റിംഗ്. അപ്പോൾ സെബി എന്ത് ചെയ്യുന്നു വെച്ചാൽ, സെബി ഇൻസിസ്റ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഫോർ ലിസ്റ്റിംഗ് while granting permission of new issues to them. But listed companies are required to follow the various regulatory measures of stock exchange concern as well as SEBI. അപ്പം ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ലിസ്റ്റ് ചെയ്യുന്നത് അവരുടെ റെഗുലേഷനും അതേപോലെ സെബീൻ്റെ ബോർഡിൻ്റെ റെഗുലേഷനും അനുസരിച്ച് കൊണ്ടായിരിക്കണം ഈ ലിസ്റ്റഡ് കമ്പനീസ് പ്രവർത്തിക്കേണ്ടത്. They should maintain necessary books, documents, etc. and disclose necessary information as and when എന്താ പറയുക ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേ കോൾ ഫോർ. അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ലിസ്റ്റഡ് കമ്പനീസ് ആർ ബൗണ്ട് ടു സബ്മിറ്റ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ടു ദി കൺസേൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 40 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ സെക്യൂരിറ്റീസ് ഡെൽറ്റ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിച്ച് ആർ ആസ് ഫോളോസ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ദ അഡ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ടു ട്രേഡിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അല്ലെങ്കിൽ ലിസ്റ്റിംഗ് എന്താ പറയുക, ഇറ്റ് ബിക്കംസ് നെസസറി വെൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഡിസൈഡ്സ് ടു ഇഷ്യൂ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ടു ദി പബ്ലിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ അതായത് എങ്ങനെയാണ് ലിസ്റ്റിംഗ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എവ്രി കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ ഷൾ ബിഫോർ മേക്കിംഗ് സച്ച് ഓഫർ മേക്ക് എൻ ആപ്ലിക്കേഷൻ ടു വൺ ഓർ മോർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ എക്സ്ചേഞ്ചസ് ആൻഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ സെക്യൂരിറ്റീസ് ടു ബി ഡെൽറ്റ് വിത്ത് ഇൻ സച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനീസ് ആണെങ്കിൽ അവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, 1-2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതേപോലെ പറയുന്നത് വേർ എ പ്രോസ്പെക്ടസ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ആപ്ലിക്കേഷൻ ആസ് അഫോർസെഡ് ഹാസ് ബീൻ മെയ്ഡ്, സച്ച് പ്രോസ്പെക്ടസ് ഷാൾ ഓൾസോ സ്റ്റേറ്റ് ദ നെയിം ഓർ നെയിംസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ വിച്ച് ദ സെക്യൂരിറ്റീസ് ഷാൾ ബി ഡെൽറ്റ്. എന്നിട്ട് അവർ ഇറക്കുന്ന പ്രോസ്പെക്ടസിലും കൊടുക്കണം ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ് ഇവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓൾ മണീസ് റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഫ്രം ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു സെക്യൂരിറ്റീസ് shall be kept in a separate bank account in a scheduled bank and shall not be utilized for any purpose other than 2 കാര്യങ്ങൾ. അതായത് ഈ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇടണം. എന്നിട്ട് അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 1 ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് വേർ ദ സെക്യൂരിറ്റീസ് ഹാവ് ബീൻ പെർമിറ്റഡ് ടു ബി ഡെൽറ്റ് വിത്തിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് or stock exchanges specified in the prospectus
അതായത് അലോട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് മണീസ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് ബൈ സെബി received from applicants in pursuance of the prospectus where the company is for any other reason unable to allot securities. അതായത് എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാനോ പറയുന്നത്, റീപേ ചെയ്യണം ആ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ. ഓക്കെ, അല്ലാതെ വേറെ ഒരു ആവശ്യങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻ മണി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. Then another condition is any condition purporting to require or bind any applicant for securities to waive compliance with any of the requirements of this section shall be void. വേറൊരു പോയിന്റ് പറയുന്നത്, if a default is made in complying with the provisions of this section, company shall be punishable with a fine which shall not be less than 5 lakh rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 50 lakh rupees എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിലേക്ക് എന്തെങ്കിലും കമ്പനി വീഴ്ച വരുത്തുകയാണെങ്കിലുള്ള ഫൈനിൻ്റെ കാര്യമാണ് പറയുന്നത്. മിനിമം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരിക്കും, മാക്സിമം എത്ര വരെ പോവാം, 50 lakh വരെ. ഇനി ഏതൊക്കെ ഓഫീസേഴ്സാണോ ഇതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത് അവർക്കുണ്ട് ഫൈൻ. അതായത് അവർക്ക് പറയുന്നത് വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year or with a fine which shall not be less than 50,000 rupees but which may extend to 3 lakh rupees or both. ഒന്നുകിൽ ഇംപ്രിസൺമെൻ്റ് ആയിരിക്കും, മിനിമം 1 വർഷം വരെ നീളും, അല്ലെങ്കിൽ ഫൈനാണ് പറയുന്നത് മിനിമം 50,000 rupees, മാക്സിമം എത്ര വരെ ആവാം എന്നാണ് പറയുന്നത് 3 lakh rupees വരെ ആവാം ഫൈൻ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടെ അനുഭവിക്കേണ്ടി വരും, ജയിൽ ശിക്ഷയും വേണ്ടി വരും, ഫൈനും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റിങ്ങിലുള്ള ഈ റിക്വയർമെൻറ്റ്സ് പറഞ്ഞത് പ്രകാരം എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന കമ്പനികളുടെ ഫൈനൊക്കെയാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിൻറ്റ്, എ കമ്പനി മേ പേ കമ്മീഷൻ ടു എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ദ സബ്സ്ക്രിപ്ഷൻ ടു ഇറ്റ്സ് സെക്യൂരിറ്റീസ്. അതായത് കമ്പനി റൂളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതെല്ലാം പേ ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ദ എന്താ പറയുക ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക, സെക്ഷൻ 40 പറയുന്നതാണ് ഇതെല്ലാം. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. അപ്പോൾ ഈ ലിസ്റ്റിങ്ങിനെ കൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനീൻ്റെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇസ് ക്രിയേഷൻ ഓഫ് റെഡി മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്രീ നെഗോഷ്യബിലിറ്റി ടു സ്റ്റോക്ക് ആൻഡ് ഷെയർസ്. അതായത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് പ്രൊവൈഡ്സ് റെഡി മാർക്കറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് എ കമ്പനീസ് സെക്യൂരിറ്റീസ്. അതായത് എപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് എന്താ പറയുക, പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യും, പെട്ടെന്ന് എന്താ പറയുക, ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. ദെൻ സെക്കൻഡ് വൺ, മൊബിലൈസ് സേവിങ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതായത് അവിടെ എന്താണെന്നാണ് പറയുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനുള്ള എന്താ പറയുക, പെട്ടെന്ന് എന്താ പറയുക, ഇറ്റ് ക്യാൻ മൊബിലൈസ് സേവിങ്സ്. ദെൻ പ്രൊട്ടക്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ബൈ എൻഷുറിങ് ഫുൾ ഡിസ്ക്ലോഷർ. അതായത് ഇറ്റ് പ്രൊട്ടക്റ്റ് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് അവർക്ക് ലിസ്റ്റഡ് ഷെയർസിൻ്റെ ഇതിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് അവർക്ക് വാങ്ങാം. ദെയർ ബൈ ദെയർ ഇൻട്രസ്റ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്. ആൻഡ് ലാസ്റ്റ് വൺ, എൻഷുർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ട്രേഡ്. അതായത് ഇവിടെ പറയുന്നത് ടു പ്രൊവൈഡ് എ മെക്കാനിസം, അതായത് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് എ മെക്കാനിസം ഫോർ ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ട്രേഡിംഗ്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ ലിക്വിഡിറ്റി. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ദ ഷെയർസ് ഓഫ് ദി കമ്പനി എന്നാണ് പറയുന്നത്. ലിക്വിഡിറ്റി ടു ദ പബ്ലിക് ആൻഡ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ്സ് ടു നോ ദ പെർഫോമൻസ്. അതായത് ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്, അതായത് ഈ ഇൻവെസ്റ്റേഴ്സിന് എന്ത് അറിയാൻ പറ്റും, ദ ഗെറ്റ്സ് പീരിയോഡിക് റിപ്പോർട്ട്സ് ഓഫ് ദ ലിസ്റ്റഡ് കമ്പനീസ് വിച്ച് ഹെൽപ്പ് ദം ടു നോ ദ പെർഫോമൻസ് ഓഫ് ദി കമ്പനി. Then another one is get regular information. അതായത് the transaction of listed companies is reported in daily newspapers and the investing public gets regular information of the worth of the securities.
അപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാവും. നിങ്ങൾ ഓഹരി സൂചിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാറില്ലേ ഇൻഡെക്സ്, അതിൽ ഓരോ കമ്പനീൻ്റെ ഷെയർസിൻ്റെ വില നിലവാരം, അന്നന്നത്തെ വില നിലവാരം ഉണ്ടാവും. അതായത് തലേന്ന് എത്രയൊക്കെയാണോ ട്രേഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വില. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പബ്ലിക്കിന് എന്തറിയാൻ പറ്റുന്ന പറയുന്നത്, ദേ ഗെറ്റ്സ് റെഗുലർ ഇൻഫർമേഷൻ ഓഫ് ദി വർത്ത് ഓഫ് ദി ഷെയർസ്. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രീറ്റഡ് ആസ് വൈഡ്ലി ഹെൽഡ് കമ്പനീസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഓൾ അഡ്വാൻറ്റേജസ് അവൈലബിൾ ടു എ വൈഡ്ലി ഹെൽഡ് കമ്പനി ആർ അവൈലബിൾ ടു ലിസ്റ്റഡ് കമ്പനി അണ്ടർ ഇൻകം ടാക്സ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഒരു വൈഡ്ലി ഹെൽഡ് കമ്പനിക്ക് കിട്ടുന്ന എന്തൊക്കെ ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റഡ് കമ്പനീസിനും കിട്ടും. സോ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഈസ് ദെയർ. Then another advantage is it facilitates buying and selling. അതായത് ലിസ്റ്റിംഗ് ഹെൽപ്സ് ഈസി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്. അതായത് പബ്ലിക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഈ ഇതിൽ നോക്കിയാൽ മതി എത്രയാണ് അതിൻ്റെ റേറ്റ്, കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് എന്താക്കുക, വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം. ഈസി ബൈയിങ് ആൻഡ് സെല്ലിംഗ്. Then helps to raise finance. അതായത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആഡ്സ് പ്രസ്റ്റീജ് ടു ദ കമ്പനി. ഇറ്റ് എനേബിൾസ് കമ്പനി ടു റേസ് ഫണ്ട്സ് ഈസിലി. ദെൻ പ്രൊട്ടക്റ്റ് ഇൻവെസ്റ്റേഴ്സ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ലിസ്റ്റഡ് കമ്പനീസ് ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദിയർ അസറ്റ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് പോളിസി, അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എക്സെട്ര. അപ്പോൾ ലിസ്റ്റിങ്ങിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. Then last point is fair price. അതായത് ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ്സ് എ ഫെയർ പ്രൈസ് ഫോർ their ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ ദേ സെൽ ലിസ്റ്റഡ് കമ്പനീസ്. അതായത് അത്ര കുറവൊന്നും വരില്ല. സോ പ്രൈസസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ ഡിറ്റർമിൻഡ് ബൈ ടു-വേ ബിഡ്സ് അണ്ടർ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് ഓരോ ഇതിനനുസരിച്ച് ഡിമാൻഡിനനുസരിച്ചിട്ട് ഷെയർ പ്രൈസസിൽ വരുന്ന വേരിയേഷൻസ് അല്ലാതെ അല്ലെങ്കിൽ അധികം ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ദെൻ ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി. അതായത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി ആൻഡ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻവെസ്റ്റേഴ്സ് ഈസി ഫെസിലിറ്റി ഓഫ് ലോൺസ്. ബാങ്കേഴ്സ് ഓൾവേസ് ഗ്രാൻഡ് ലോൺസ് അഗെയിൻസ്റ്റ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റിയായി വെക്കണമെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അത് ലിസ്റ്റഡ് ഷെയർസ് ആർ ആക്സെപ്റ്റഡ് ആസ് കൊളാട്രൽ ഫോർ ഒബ്റ്റെയിനിങ് ലോൺസ് ഫ്രം public. Okay, so these are the advantages of listing. Next we can see what are the limitations of listing of securities. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെക്കുലേഷനാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാണ്. അതായത് ഷെയർസ് മേ ബി സബ്ജക്റ്റ് ടു wide speculation in stock exchanges and the valuation may not reflect the true value of the company എന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ആമ്പിൾ സ്കോപ്പ് ഫോർ സ്പെക്കുലേറ്റേഴ്സ്. അതായത് ദേ വിൽ മാനിപ്പുലേറ്റ് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അതേമാതിരി അപ്പോൾ എങ്ങനെയാണ് അതിനുള്ളൊരു സ്പെക്കുലേഷനുള്ളൊരു ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഇസ് നോ റെഗുലർ പ്രൈസ് കോട്ടിംഗ്. അതായത് ലിസ്റ്റിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് പ്രൈസ് കൊട്ടേഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി മാർക്കറ്റ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ നോട്ട് കോട്ടഡ് ഓർ കോട്ടഡ് ഇറഗുലർലി. ചിലപ്പം എല്ലാ എന്താ പറയുക റെഗുലർ കോട്ടിങ്സ് നടക്കുന്നുണ്ടാവില്ല. മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാറ്റഗറീസ് ഓഫ് ഗ്രൂപ്പ് ഇ ഷെയർസ് ആർ നെവർ കോട്ടഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് ലിസ്റ്റിംഗ് ഫീസ്. അതാണ് വേറൊരു ഡ്രോബാക്ക്. കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കണം, ലിസ്റ്റിംഗ് ഫീസ് കൊടുക്കണം. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ഫീസ് എന്ന് പറയുന്നത്, അതായത് ലിസ്റ്റിംഗ് ആൻഡ് റിന്യൂവൽ ഫീസ് ചാർജ്ഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേറ്റസ് ഓഫ് ദീസ് എക്സ്ചേഞ്ചസ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. അപ്പോൾ എവിടെയും ഒരു എന്താ പറയുക യൂണിഫോമിറ്റി അല്ലെങ്കിൽ യുനാനിമിറ്റി ഇല്ല. വോള്യൂംസ് ഓഫ് ട്രേഡ് ആൻഡ് പ്രൈസ് കൊട്ടേഷൻസ് ആർ നോട്ട് കൺസിഡേർഡ് വൈൽ ചാർജിങ് ഫീസ്. ദെൻ ഇൻഫർമേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഫോർ ലിസ്റ്റിംഗ് ദ സെക്യൂരിറ്റീസ് ദ കമ്പനി ഈസ് റിക്വയർഡ് ടു ഡിസ്ക്ലോസ് സർട്ടൻ
important informations like corporate performance, remuneration to managerial personnel, etc. So there is every possibility of using this information by the competitors, അതായത് വിച്ച് ആർ ഡെറ്റിമെൻട്രൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ ലിസ്റ്റിങ്ങിന് വേണ്ടി കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കോമ്പറ്റീറ്റേഴ്സ് കോപ്പി അടിക്കാൻ അവർക്ക് എന്താ പറയുക ഒരു ഇതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് എന്താണെന്നാണ് പറയുന്നത്, കോമ്പറ്റീറ്റേഴ്സ് ഇതാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവരെല്ലാം അറിയാണല്ലോ ചെയ്യുന്നത് എന്തൊക്കെയാണ് കമ്പനീൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ. ഓക്കെ, so next we can see what is set equity shares. Sweat equity shares എന്ന് പറഞ്ഞാൽ equity shares issued by company to its directors or employees at a discount or for consideration other than cash for providing know-how or making available the rights in the nature of intellectual property right or value addition. അതായത് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സർവീസിന് പകരമായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ്. ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിന് ഡിസ്കൗണ്ടിനായിരിക്കും, അല്ലെങ്കിൽ ഇൻ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ഒരു ടെക്നിക്കൽ നോ ഹൗ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പേറ്റൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് കമ്പനിയുടെ ഷെയർസ് അവർക്ക് കൊടുക്കുക. അതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ ഇക്വിറ്റി ഷെയർസ് ദാറ്റ് എ കമ്പനി ഇഷ്യൂസ് ടു എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ആവാം, ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസസ് അല്ലെങ്കിൽ നോ ഹൗ ഓർ എനി അതർ വാല്യൂ അഡീഷൻ ദാറ്റ് ദ കമ്പനി ഹാസ് ബെനിഫിറ്റഡ് ഫ്രം. അതായത് ഇറ്റ് ഈസ് ദ ഇക്വിറ്റി ഗിവൺ ടു എ കമ്പനീസ് എക്സിക്യൂട്ടീവ്സ് ടു റിഫ്ലക്റ്റ് വാല്യൂ ദ എക്സിക്യൂട്ടീവ്സ് ഹാവ് ആഡഡ്. അതായത് അവർ ചെയ്ത് തന്ന അവർ ആഡ് ചെയ്ത ആ വാല്യൂവിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം. ആൻഡ് വിൽ കണ്ടിന്യൂ ടു ആഡ് ടു ദി കമ്പനി. അതായത് അവർ പിന്നെയും ഇങ്ങനെ കമ്പനീൻ്റെ വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസ്റ്റീജ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ വർക്ക്സ് ഫോർ ക്രിയേറ്റിംഗ് പേറ്റൻറ്റ്സ് ഫോർ എ കമ്പനി, then company can issue equity shares to him instead of paying cash. It could be issued for many other things too, such as person providing technical know-how, brand right, അല്ലെങ്കിൽ സിമിലർ വാല്യൂ അഡീഷൻസ് ടു ദ കമ്പനി. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അതിനെയാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. A company may issue set equity shares of a class of shares already issued if the following conditions are fulfilled. അപ്പോൾ എന്തൊക്കെ all the limitations and restrictions and provisions relating to equity shares are also applicable to set equity shares എന്നാണ് പറയുന്നത്. അതായത് holders of such shares shall rank പാരി പെസോ വിത്ത് അതർ ഇക്വിറ്റി ഷെയർസ്. അതായത് ബാക്കി ഇക്വിറ്റി ഷെയർസിന് എന്തൊക്കെ ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും പ്രൊവിഷൻസും ഉണ്ടോ അതെല്ലാം ഏതിനും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു സെറ്റ് ഇക്വിറ്റി ഷെയർസ്. നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ് കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി സെറ്റ് ഇക്വിറ്റി എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിൻറ്റ്, എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ദ എഫക്റ്റ് ഇസ് പാസ്ഡ് അറ്റ് ദ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. അതായത് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി. The second point is the resolution specifies the number of shares, the current market price, consideration if any, and the class of employees to whom the shares are to be issued. ഈ തീരുമാനത്തിൽ അതായത് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ എന്തൊക്കെ പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് മോണിറ്ററി കൺസിഡറേഷൻ, ആൻഡ് ഏത് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിനാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. Okay, then at least 1 year has passed since the date on which company become eligible to commence business. ഇങ്ങനെ സെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി നിലവിൽ വന്നിട്ട് എത്ര കാലമായിരിക്കണം എന്നാണ് പറയുന്നത്. നോട്ട് ലെസ് ദാൻ 1 year has at the date of issue elapsed since the date on which company was entitled to commence business.
And another point is where the equity shares of the company are listed in a recognized stock exchange, set equity shares issued in accordance with SEBI regulations. And where company is not listed in stock exchange, the shares are issued in accordance with the ഗൈഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതാണെങ്കിൽ ഏത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? സെബീൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള എന്തൊക്കെ പ്രൊവിഷൻസ് പറയുന്നുണ്ടോ, എന്തൊക്കെ കണ്ടീഷൻസ് പറയുന്നുണ്ടോ അതെല്ലാം പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസ് ആണെങ്കിൽ നേരത്തെ ഇതിനനുസരിച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് സെറ്റ് ഷെയർസ്. അപ്പോൾ സെറ്റ് എന്താണെന്ന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ക്ലാസ് ഓഫ് ഷെയർസ് ഓൾറെഡി ഇഷ്യൂഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത്? കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ദി കമ്പനി മേ ബി ടെക്നിക്കൽ നോ ഹൗ, rights in the nature of intellectual property, or right to value additions. Okay, thank you.